ബേൺഡ് 2015 ഇറങ്ങിയ ഒരു അടിപൊളി സിനിമയാണ്. പുള്ളി എന്നുള്ള അർത്ഥമല്ല ബേൺഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. കരിഞ്ഞു പോയി എന്ന് നമ്മൾ പറയല്ലേ, അത് തന്നെയാണ്. അപ്പം അത് പറയുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു കുക്കിംഗ് റിലേറ്റഡ് സിനിമയാണ്. ബ്രാഡ്ലി കൂപ്പറാണ് ഈ ഒരു സിനിമയിലെ ലീഡിങ് റോൾ ചെയ്തിരിക്കുന്നത്. കുക്കിംഗ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ്. അതുകൊണ്ട് ആദ്യം തന്നെ പറയാം, അങ്ങനെയുള്ള സിനിമകൾ, ആ ഒരു ജോണർ, അതായത് കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ജോണർ സിനിമകളുണ്ട്. അതിഷ്ടമല്ലാത്തവർ ഈ ഒരു സിനിമ കാണാൻ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതിനകത്ത് കൂടുതലും കാണിക്കുന്നത് ഫുഡ്, ഒരു ക്യൂസീൻസ്, കുക്കിംഗ് ഒക്കെയാണ് കാണിക്കുന്നത്. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയുമാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഡം ജോൺസ് എന്ന് പറയുന്ന ഒരു വലിയ ഷെഫ്, മിഷലിൻ 2 സ്റ്റാറുള്ള ഷെഫാണ്. പുള്ളി ഭയങ്കര വലിയ ഒരു റെസ്റ്റോറൻറ്റിലെ വലിയ ഷെഫായിരുന്നു, ഭയങ്കര ഫേമസ് ഷെഫായിരുന്നു. പക്ഷേ പുള്ളിയുടെ ഡ്രഗ് അഡിക്ഷനും വയലൻസും കാരണം പാരീസിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകുന്നു. ആ ഒരു റെസ്റ്റോറൻറ്റിലും പുള്ളിയുടെ കരിയർ തന്നെ ലോസ് ആകുന്നു. അങ്ങനെ ആ ഒരു കരിയർ വീണ്ടെടുക്കാനായിട്ട് ആ ഒരു ഡ്രഗ് അഡിക്ഷനൊക്കെ നിർത്തിയിട്ട് ലണ്ടനിൽ വരുന്നു. തൻ്റെ കരിയർ തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു മോഹവുമായിട്ട് ലണ്ടനിൽ വരുന്നു. തൻ്റെ പഴയ പാർട്ട്നേഴ്സിനെയൊക്കെ പോയി കാണുന്നു, തൻ്റെ പഴയ ഫ്രണ്ട്സിനെ എല്ലാം പോയി കാണുന്നു. അങ്ങനെ അവിടുത്തെ ഒരു വലിയ റെസ്റ്റോറൻറ്റ്, അതിൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന തൻ്റെ പഴയ ഒരു ഫ്രണ്ട്. അപ്പം അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് ആ ഒരു ക്യൂസിൻ തനിക്ക് വേണം, അല്ലെങ്കിൽ ഒരു കിച്ചൺ തനിക്ക് വേണമെന്ന് പറയുന്നു. പറ്റില്ല എന്ന് പറയുന്നു. അപ്പം ഫേമസ് ആയിട്ടുള്ള ഒരു ക്രിട്ടിക് ഉണ്ട്. അത് ഭയങ്കര ക്രിട്ടിക്സ് ആണ് ആക്ച്വലി വലിയ റെസ്റ്റോറൻറ്റുകൾ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത്. ക്രിട്ടിക്സ് വന്നിട്ട് ഫുഡ് കൊള്ളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു ഒരു റെസ്റ്റോറൻറ്റ് കാര്യം. അങ്ങനെ ഒരു ഫേമസ് ക്രിട്ടിക്സിനെ വെച്ചിട്ട് ഒരു ചെറിയ നാടകം കളിക്കുന്നു ആഡം ജോൺസ്. അങ്ങനെ ആ ഒരു ക്യൂസീൻ്റെ ഷെഫാവുന്നു. പക്ഷെ ആ ഒരു കിച്ചൺ പുള്ളി റീബിൽഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു വലിയ വീണ്ടും ആ ഒരു മിഷലിൻ 3 സ്റ്റാർ എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് നമ്മൾ 5 സ്റ്റാർ 3 സ്റ്റാർ 4 സ്റ്റാർ പറയുന്ന പോലെ അല്ല ഈ മിഷലിൻ 2 സ്റ്റാർ 3 സ്റ്റാർ എന്ന് പറയുന്നത്. മിഷലിൻ്റെ കുറേ ആളുകളുണ്ട്. അവർ നമ്മൾ അറിയാതെ വന്നിരുന്ന് നമ്മളുടെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കുന്നു. ആ ഒരു ഫുഡ് കഴിച്ചിട്ട് അവർക്ക് എന്താണോ തോന്നുന്നത് അവരത് റേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് 1 സ്റ്റാർ 2 സ്റ്റാർ 3 സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പോൾ 3 സ്റ്റാറിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ കടന്ന് കഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ആഡം ജോൺസ് കഷ്ടപ്പെടുന്നത്. അപ്പം തൻ്റെ പഴയ ഡ്രഗ് അഡിക്ഷൻ കാരണം കുറേ ക്യാഷിൻ്റെ നഷ്ടം വന്നിട്ടുണ്ട്. ഡ്രഗ് ഡീലേഴ്സിന് കുറേ പൈസ കൊടുക്കാറുണ്ട്. മിഷേൽ എന്ന് പറയുന്ന ഒരു തൻ്റെ പാർട്ണർക്ക് ഒരുപാട് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാർട്ണറെ വിളിച്ചിട്ടാണ് പുള്ളി ഇതൊക്കെ ചെയ്യുന്നത്. ആ ഒരു പാർട്ണറെ കൂടെ കിച്ചണിൽ വെച്ചിട്ട് പുള്ളിയുടെ ഹെൽപ്പോടുകൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ ഹെലൻ എന്ന് പറയുന്ന വേറൊരു യൂസ് ചെയ്യുന്നത് വേറൊരു കുക്കിനെ കിട്ടുന്നു. അപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്ന് നടക്കുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആകുമ്പോഴത്തേക്ക് ഈ മിഷലിൻ്റെ ആൾക്കാർ, മിഷലിൻ സ്റ്റാർ എന്ന സാധനമുള്ളൂ, അവർ വരുന്നു എന്ന് പറയുമ്പം നമ്മളുടെ മിഷേൽ എന്ന് പറയുന്ന ആ ഒരു ഫ്രണ്ട് ഇവരെ തേക്കും. അതായത് ആഡം ജോണിനെ തേക്കും. ലേശം ഉപ്പ് കൂട്ടിയിട്ടിട്ട് ഒരു പണി, അല്ലെങ്കിൽ ഒരു മുളക് കൂട്ടിയിട്ടിട്ട് പണി കൊടുക്കും. അതായത് പുള്ളിക്ക് ഇത്ര നഷ്ടമൊക്കെ വരുത്തിയാണ് ആഡം ജോൺസ്. അപ്പം അതിനുവേണ്ടി ചെറിയൊരു പണി കൊടുക്കുന്നു. ആഡം മൊത്തത്തിൽ ഡൗൺ ആവുന്നു. ആഡം മൊത്തത്തിൽ ലൈഫ് തന്നെ വേണ്ട എന്നുള്ള രീതിയിലൊക്കെ പോകുന്നു. പക്ഷെ അവിടെ റിക്കവർ ചെയ്യുന്നു. അതിനുശേഷമാണ് മനസ്സിലാക്കുന്നത് അന്ന് വന്നത് മിഷലിൻ്റെ ആൾക്കാരല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു റേറ്റിങ്ങിനെ ഇത് ബാധിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നു. പിന്നെ അവർ വീണ്ടും ആ ഒരു കിച്ചൺ നല്ലപോലെ, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് ആ ഒരു ക്യൂസിൻ നല്ലപോലെ കൊണ്ടുവന്നു. അങ്ങനെ ഇരിക്കും മിഷലിൻ്റെ ആൾക്കാർ വരുന്നു. അവർ എന്താണോ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ കുക്ക് ചെയ്യാം, നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെ ചെയ്യാം എന്നുള്ള രീതിയിൽ പോകുന്നു. അവരൊരു ഫാമിലി ആയിട്ട് ഈ ഒരു കിച്ചണിനെ ഒരു 3 സ്റ്റാറിലേക്ക് റേറ്റിംഗിലേക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് ആ ഒരു 3 സ്റ്റാർ കിട്ടുന്നിടത്താണ് ഈ ഒരു സിനിമ ഹാപ്പി എൻഡ് ചെയ്യുന്നത്. എന്തായാലും ഒരു കുക്കിംഗ്, അതായത് വലിയ വലിയ ക്യൂസീനുകളിൽ എന്താണ് കുക്ക് ചെയ്യുന്നത്, അവിടുത്തെ കിച്ചൺ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഫുഡ് എങ്ങനെയാണ്, ഓരോ ഡിഷസ് എങ്ങനെയാണ് എന്നൊക്കെയാണ്, അവിടെ എന്തൊക്കെയാണ് പ്രോസസ്സ് നടക്കുന്നതൊക്കെയാണ് ഈ സിനിമ കാണിക്കുന്നത്. ദ ബിയർ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുള്ള സീരീസ് കണ്ടിട്ടുള്ളവർക്ക് ഈ ഒരു, അല്ലെങ്കിൽ നോ റിസർവേഷൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുള്ളവർക്കും ഈ ഒരു ഫുഡ് ജോണർ സിനിമയൊക്കെയാണ്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോമഡി ത്രില്ലർ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ്. എന്തായാലും ബ്രാഡ്ലി കൂപ്പർ ആ ഒരു ആഡം ജോൺസ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ അതിഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ആ ഒരു ക്യാരക്ടറിന് ലൈഫ് കൊടുക്കുന്നത് ബ്രാഡ്ലി കൂപ്പറിനാണ്. എന്തായാലും അടിപൊളി സിനിമയാണ്. ഈ ഫുഡിൻ്റെ ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സിനിമയാണ് ബേൺഡ്.